ഏറെ സങ്കടകരമായ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം കെനിയയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. അവിടെ മലയാളികളായ 5 പേരാണ് വാഹനാപകടത്തിൽ മരിച്ചത്. ഇവരുടെ മൃതദേഹം കേരളത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിൽ നോർക്ക റൂട്ട്സ് അധികൃതർ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഏറെ സങ്കടകരമായ കാഴ്ചകളാണ്. ബന്ധുക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അഞ്ച് മലയാളികളാണ് അതിദാരുണമായ ആ സംഭവത്തിൽ മരണമടഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. മലയാളികളെയൊക്കെ ഏറെ വേദനിപ്പിച്ച അവരുടെ വിനോദയാത്രയ്ക്ക് പോയ ആളുകളാണ്. അവർക്ക് അവിടെ അത്തരത്തിലൊരു മരണം സംഭവിക്കുന്ന അതീവ ദുഃഖകരമായ പശ്ചാത്തലം സാഹചര്യം ഒരുങ്ങുകയായിരുന്നു. ഇന്നു മുതൽ കാത്തിരിക്കുകയാണ് ബന്ധുക്കളൊക്കെ അവരുടെ ഭൗതിക ശരീരങ്ങൾ നാട്ടിലെത്തുന്നതിനായി. മൂവാറ്റുപുഴ സ്വദേശി ജസ്ന, മകൾ റൂഫി മെഹറിൻ, 1.5 വയസ്സ് മാത്രമാണ് ആ മോൾക്ക് പ്രായമുള്ളത്. മാവേലിക്കര ചെറുകോൾ സ്വദേശിനി ഗീത ഷോജി ഐസക്ക്, പാലക്കാട് മണ്ണൂർ സ്വദേശിനി റിയ ആൻ, മകൾ ടൈറ റോഡ്രിഗസ്. അതായത് ഒരമ്മയും മൂവാറ്റുപുഴ സ്വദേശിയായ അമ്മയും മകളും, പാലക്കാട് മണ്ണൂർ സ്വദേശിയായ അമ്മയും മകളും. മകൾക്ക് ടൈറയ്ക്ക് 7 വയസ്സ്. അതായത് പാലക്കാട് മണ്ണൂർ സ്വദേശിനിയായ റിയ ആൻ്റെ മകൾ ടൈറയ്ക്ക് 7 വയസ്സ് എന്നിവരാണ് മരിച്ചത്. ഇന്ന് രാവിലെ ഖത്തർ എയർവേസ് വിമാനത്തിൽ അല്പസമയം മുമ്പാണ് വിമാനത്താവളത്തിൽ എത്തിച്ചിരിക്കുന്ന ഭൗതിക ശരീരങ്ങൾ. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച മൃതദേഹങ്ങൾ നോർക്ക റൂട്ട്സ് അധികൃതർ ഏറ്റുവാങ്ങുന്നുണ്ട്. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുകയാണ്. നവമി, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ബന്ധുക്കളൊക്കെ അവിടെ വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ മരിച്ചവരുടെ മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് അപകടത്തിൽ പരിക്കേറ്റവരെയാണ്. അവരെയും ഈ മൃതദേഹങ്ങൾക്കൊപ്പം തന്നെയാണ് ഇവരും എത്തിയിരുന്നത്. അവരെയും ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അടുത്ത ബന്ധുക്കളുമൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത് ഗീതയുടെ ഭർത്താവും മകനുമാണ്. മരിച്ച ഗീതയുടെ ഭർത്താവും മകനുമാണ്. അവർക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. തോളെല്ലിനും കൈക്കുമൊക്കെയാണ് പരിക്കേറ്റിരുന്നത്. അവരെയും അവർക്കും ആവശ്യമായുള്ള ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായ എല്ലാ നടപടികളും കൈക്കൊണ്ടിട്ടുണ്ടെന്ന് മന്ത്രി പി രാജീവ് വ്യക്തമാക്കുകയും ചെയ്തു. 5 പേരുടെ മൃതദേഹങ്ങളാണ് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചത്. അത് 3 സ്ത്രീകളും 2 കുഞ്ഞുങ്ങളും ആണ് അതിലുണ്ടായിരുന്നത്. തികച്ചും വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. അവരുടെ ബന്ധുക്കളൊക്കെ വലിയ വിഷമത്തിലാണ്, കരച്ചിലാണ്. കാരണം ഇതേ വിമാനത്താവളത്തിൽ നിന്ന് തന്നെയാണ് സന്തോഷത്തോടുകൂടി ഇവരെല്ലാവരും അവരുടെ ബന്ധുക്കളുടെ അടുത്തേക്ക് ഖത്തറിലേക്ക് യാത്രയായത്. പക്ഷേ തിരിച്ചു വരുമ്പോൾ ചേതനയേറ്റ ശരീരമാണ് അവരെ സ്വീകരിക്കുന്നതെന്ന് കാണുമ്പോൾ തന്നെ നമുക്കേറെ വിഷമിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. നമ്മൾ ഈ അടുത്തിടയ്ക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്നതും കാണുന്നതുമായിട്ടുള്ള വാർത്തകളൊന്നും തന്നെ നമ്മളെ ഒട്ടും സന്തോഷിപ്പിക്കുന്നതല്ല. അത്രയും വേദനിപ്പിക്കുന്ന വാർത്തകളാണ്. അതുപോലെ തന്നെയാണ് ഈ കെനിയയിലെ അപകടം. ജൂൺ 9-ാം തീയതിയായിരുന്നു വൈകുന്നേരം 7 മണിക്ക് 28 പേരടങ്ങുന്ന ഇന്ത്യൻ സംഘം സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടത്. ഖത്തറിൽ നിന്നും വിനോദസഞ്ചാരത്തിന് പോയവരായിരുന്നു ഇവർ. അപകടത്തിൽ 20 മലയാളികൾ ഉണ്ടായിരുന്നു. അപകടത്തിൽപ്പെട്ട 20 മലയാളികളും ഉണ്ടായിരുന്നു. അതിൽ 5 മലയാളികളാണ് മരിച്ചത്. 3 സ്ത്രീകളും മരിച്ചു. ഇതിൽ മൂവാറ്റുപുഴ സ്വദേശി ജസ്ന, മകൾ റൂഹി മെഹറിൻ, 1.5 വയസ്സുകാരിയാണ് മകൾ. മാവേലിക്കര സ്വദേശിനിയായ ഗീത ഐസക്ക്, പാലക്കാട് മണ്ണൂർ സ്വദേശിനിയായ റിയ ആൻ, മകൾ ടൈറ, മകൾക്ക് 8 വയസ്സ്. അവരും ഇങ്ങനെ 5 പേരാണ് മരിച്ചത്. മരിച്ച പാലക്കാട് സ്വദേശി റിയയുടെ ഭർത്താവ് ജോയലും മകനും ഈ വിമാനത്തിൽ ഇവർക്കൊപ്പം ഈ മൃതദേഹത്തിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ജോയലിന്റെ തോളെല്ലിനാണ് പരിക്കേറ്റത്.
അത് ശസ്ത്രക്രിയ ആവശ്യമുണ്ട്. നാട്ടിലെത്തിയതിനു ശേഷമായിരിക്കും അതിന്റെ ശസ്ത്രക്രിയ ഉണ്ടാകുക. ഒപ്പം റിയയുടെ വീട്ടിൽ പൊതുദർശനം ഇന്ന് തന്നെ പാലക്കാട്ടെ വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം കോയമ്പത്തൂരിലുള്ള ജോയലിന്റെ വീട്ടിലേക്കായിരിക്കും മൃതദേഹം കൊണ്ടുപോയി അവിടെ വെച്ചായിരിക്കും സംസ്കാരം ഉണ്ടാകുക. മറ്റൊന്ന് മൂവാറ്റുപുഴ സ്വദേശി ജസ്നയാണ് മരിച്ചത്. ജസ്നയുടെ ഭർത്താവ് മുഹമ്മദ് ഹനീഫിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു എങ്കിൽ പോലും അത് ഗുരുതരമല്ല. ഇന്ന് തന്നെ രാവിലെ തന്നെ മൂവാറ്റുപുഴയിൽ എത്തിച്ച് രാവിലെയോടുകൂടി തന്നെ സംസ്കാരമുണ്ടാകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇവരെല്ലാവരും തന്നെ ഖത്തറിൽ അവിടെ സ്ഥിരതാമസമാക്കിയവരായിരുന്നു. മാവേലിക്കര ചെറുകോൺ സ്വദേശി ഗീതയുടെ ഭർത്താവിന്റെയും മകനെയുമാണ് നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ കണ്ടത്. അവർക്കും ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. ഗീതയുടെ സംസ്കാരം ചൊവ്വാഴ്ചയായിരിക്കും. പാലാരിവട്ടത്തെ മാർത്തോമ ചർച്ചിലായിരിക്കും. ഗീതയുടെ അടുത്ത ബന്ധുക്കൾ കൂടി വിദേശത്തു നിന്ന് നാട്ടിലേക്ക് എത്തണം. അതുവരെ മൃതദേഹം റിനൈ മെഡിസിറ്റിയിലായിരിക്കും സൂക്ഷിക്കുക, മോർച്ചറിയിൽ. അവർക്ക് ഇവിടെ ഈ പരിക്കേറ്റൊപ്പം ഉണ്ടായിരുന്ന മകനും അച്ഛനും വേണ്ട ചികിത്സ നൽകുന്നതും അവിടെ തന്നെ ആയിരിക്കും. അതിനുശേഷം ചൊവ്വാഴ്ചയാണ് ഇവരുടെ ഗീതയുടെ മൃതദേഹം സംസ്കരിക്കുക. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി പി രാജീവും ഒപ്പം നോർക്ക റൂട്ട്സ് പ്രതിനിധികളുമാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. ഏറെ വേദനിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ഇവിടെ. ഉറ്റ ബന്ധുക്കളുടെ മൃതദേഹം, ചേതനേറ്റ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന അടുത്ത ബന്ധുക്കൾ, മക്കൾ, സഹോദരങ്ങൾ, ഇവരെല്ലാം നമ്മളെ വേദനയോടുകൂടിയുള്ള കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. അതിൽ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ, 1.5 വയസ്സും 8 വയസ്സും മാത്രമുള്ള 2 പെൺകുട്ടികൾ, അവരുടെയും ചേതനേറ്റ മൃതദേഹം കണ്ട് പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു ഇവരുടെ അടുത്ത ബന്ധുക്കൾ. എന്തായാലും ഈ പരിക്കേറ്റവർ, ആ സമയത്ത് പരിക്കേറ്റവർക്കും വേണ്ടിയിട്ടുള്ള ചികിത്സ സംസ്ഥാന സർക്കാർ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഈ മൃതദേഹം, മരിച്ചവരുടെ മൃതദേഹം സംസ്കരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് കുടുംബം കടക്കുക. എന്തായാലും എല്ലാവരുടെയും മൃതദേഹങ്ങൾ കുടുംബങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇനി അവസാനവട്ട ചില നടപടിക്രമങ്ങൾ മാത്രമാണ്. അതുകൂടി പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകും. ഇതിൽ പാലക്കാട് സ്വദേശിയുടെയും കുഞ്ഞിന്റെയും സംസ്കാരം ഇന്ന് തന്നെ ഉണ്ടാകും. കാരണം 2 ദിവസം കഴിഞ്ഞു മരണപ്പെട്ടിട്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം സംസ്കരിക്കണമെന്നാണ് ബന്ധുക്കളുടെയും ആവശ്യം. അവരുടെ സംസ്കാരം ഇന്ന് തന്നെ ഉണ്ടാകും. മാവേലിക്കര സ്വദേശിയായ ഗീതയുടെ സംസ്കാരം കൊച്ചിയിലായിരിക്കും. മകൻ കൊച്ചിയിലാണ് താമസിക്കുന്നത്. മകന്റെ വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം പള്ളിയിലായിരിക്കും സംസ്കാരം ഉണ്ടാകുക. ഈ മൂവാറ്റുപുഴ സ്വദേശിയുടെയും സംസ്കാരം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പാലക്കാട് മരിച്ച വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്.